Xylem Learning നിങ്ങളുടെ സ്വന്തം മിഥുലം സാഡ്. സോ ക്രിസ്മസ് എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുൻപിൽ ബാക്കിയുള്ളത് അല്ലെ. അപ്പോ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും. പഠിച്ചു തുടങ്ങിയവരോടാണ് മിസ് പറയുന്നത്. ഇനി പഠിച്ചു തുടങ്ങിയിട്ടില്ല എങ്കിൽ നിർബന്ധമായിട്ടും പഠിച്ചു തുടങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എത്ര തിയറി പഠിച്ചാലും ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഉത്തരം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് അല്ലെ. അപ്പൊ അതിന് നമുക്കൊരു പരിഹാരം വേണ്ടേ? അതിനെന്താ പരിഹാരം? ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും SCERT മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 3 സെറ്റായിട്ട് സെറ്റ് ABC അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനുള്ളിലെ നമ്മുടെ 3rd ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ നിങ്ങൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവുക ഫസ്റ്റ് ടൈമിൽ പകുതി വന്നുകൊണ്ട് ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവില്ല എന്നാണ്. അങ്ങനെയല്ല, ഒരു 6 മാർക്കിനെങ്കിലും നിങ്ങൾക്ക് നിർബന്ധമായിട്ട് 6 മുതൽ 7 മാർക്ക് വരെ ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ മാക്സിമം 8 മാർക്സ്. അപ്പൊ 40-ൽ ഓൾറെഡി 8 മാർക്ക് ഈ ചാപ്റ്ററിനായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആ ചാപ്റ്റർ നിർബന്ധമായിട്ടും വൃത്തിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കണം. നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ മക്കളെ, പീരിയോഡിക് ടേബിളിലുള്ള എല്ലാ ചോദ്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങളുടെ SSLCയിലുള്ള എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് നിർബന്ധമായിട്ടും ഇത് കാണാൻ പറയണം. നമ്മളോടൊപ്പം അവരും പഠിക്കട്ടെ അല്ലെ. ഇത് ചില അറിയാതെ പോകുന്ന കുറെ ആൾക്കാരുണ്ടാവും. അവരെല്ലാവരും നമ്മളോടൊപ്പം പഠിക്കട്ടെ. സോ ആർ യു റെഡി? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിക്കേ, ഇതൊരു അസർഷൻ റീസൺ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സം സ്റ്റേറ്റ്മെന്റ്സ് ആർ ഗിവൺ ബിലോ റിഗാർഡിംഗ് ദി എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 24. ഓക്കെ, ഒരു മൂലകത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. ഈ മൂലകത്തെ സംബന്ധിച്ചിട്ടുള്ള ചില പ്രസ്താവനകളാണ് നൽകിയിട്ടുള്ളത്. ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് സബ്ഷൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇപ്പൊ അറ്റോമിക് നമ്പർ 24 എന്ന് പറഞ്ഞാൽ ആരാണ്? അറ്റോമിക് നമ്പർ 24 ഉള്ള ആളെന്ന് പറയുന്നത് നമ്മുടെ ക്രോമിയം ആണ്. ഓക്കെ, അത് ഓർത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അത് ഓർത്തിരിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പൊ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നോക്കാം. 1s2 2s2 2p6 3s2 3p6 3d4 4s2. ഇത് കറക്റ്റ് ആണോ മക്കളെ? ഇത് കറക്റ്റ് ആണോ? നിങ്ങൾ നോക്കിക്കേ, അറ്റോമിക് നമ്പർ 24 എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അല്ലെ. അറ്റോമിക് നമ്പർ 24 വരുന്ന ക്രോമിയം, അതേപോലെ അറ്റോമിക് നമ്പർ 29 വരുന്ന കോപ്പർ. ഈ 2 ആൾക്കാരും ഇലക്ട്രോൺ കോൺഫിഗറേഷണൽ പ്രത്യേകതകൾ കാണിക്കാറുണ്ട് അല്ലെ. കോപ്പറിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 2s2 2p6 3s2 3p6. പിന്നെ എങ്ങനെയാ വരുന്നത്? ഇനി നമ്മുടെ ഇവിടെ കയ്യിൽ നോക്കിക്കേ, ഇവിടെ പറഞ്ഞിട്ടുള്ളത് 3d4 4s2 എന്നാണ്. അങ്ങനെയാണോ? നമ്മുടെ കയ്യിൽ 3d ഉണ്ട് 4s ഉണ്ട് അല്ലെ. 4sൽ നമുക്കറിയാം ആദ്യം 2 ഇലക്ട്രോൺ കയറണം, എന്നിട്ട് ബാക്കിയുള്ളതാണ് 3dയിലേക്ക് കയറേണ്ടത്. എന്നാൽ ക്രോമിയത്തിന്റെ കേസില് അങ്ങനെയല്ല അല്ലെ. 4s1 3d5 ആണ്. എന്താ കാരണം? ഡി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺ വന്നാൽ ഹാഫ് ഫിൽഡ് ഡി സബ്ഷെല്ലായി. ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺ വന്നാൽ അർദ്ധമായിട്ട് അവിടെ ഇലക്ട്രോൺ പൂരണം നടന്നു. സ്ഥിരത കൈവരിക്കാം, സ്റ്റെബിലിറ്റി കിട്ടും. ഈ സ്ഥിരത കൈവരിക്കുന്നതിനു വേണ്ടി, സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ക്രോമിയം ഇലക്ട്രോൺ കോൺഫിഗറേഷണൽ പ്രത്യേകതകൾ കാണിക്കാറുണ്ട്. ശരിയല്ലേ? യെസ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി പീരിയോഡിക് ടേബിളിന്റെ 1 ഷോട്ട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. മിസ്സിന്റെ നിർബന്ധമായിട്ടും അറിയില്ല എന്നുണ്ടെങ്കിൽ അത് കാണാം കേട്ടോ. തീർച്ചയായിട്ടും എന്റെ കുട്ടികൾ കാണാം. അപ്പൊ നോക്കിക്കേ, സ്റ്റേറ്റ്മെന്റ് 1 തന്നെ തെറ്റാണ് അല്ലെ. 3d4 4s2 അല്ല, 3d5 4s1 ആണ്. ഇനി ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഇൻ ദ ഡി സബ്ഷെൽ. ഇത് ശരിയാണോ? അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഡി സബ്ഷെല്ലിലാണ്. അത് ശരിയല്ലേ? കാരണം എന്താ? 3dയും 4sഉം എടുത്തു കഴിഞ്ഞാൽ 3dക്ക് 4sനെക്കാട്ടിലും എനർജി കൂടുതലാണ്. എവിടെയാണോ എനർജി കുറവ് അവിടെയാണ് ആദ്യം ഇലക്ട്രോൺ കയറുന്നത്. സോ എനർജി കുറവുള്ള 4sൽ ആദ്യം ഇലക്ട്രോൺ കയറും. അതിനുശേഷം മാത്രമാണ് ഇലക്ട്രോൺ 3dയിലേക്ക് മൂവ് ചെയ്യുന്നത്. ശരിയല്ലേ? അപ്പോ ആദ്യം 4sൽ 1 ഇലക്ട്രോൺ കയറുന്നു, മിച്ചമുള്ള 5 ഇലക്ട്രോൺ 3dയിലേക്ക് കയറുന്നു. അപ്പൊ അവസാനമായിട്ട് ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് 3dയിലാണ്, ഡി സബ്ഷെല്ലിലാണ്. ഇനി ദ വാല്യൂ ഓഫ് ദ സബ്ഷെൽ വെർ ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഈസ് 1. അത് ശരിയാണോ മക്കളെ? നോക്കിക്കേ, അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെല്ലിന്റെ എൽ വില 1 ആണ്. എൽ എന്ന് പറഞ്ഞാൽ എന്താ? എൽ എന്ന് പറഞ്ഞാൽ SC മുതൽ ക്വാണ്ടം നമ്പർ ആണ്.
സബ്ഷെല്ലുകളെ ഡിനോട്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് നമ്മുടെ എൽ അഥവാ അസിമുതൽ ക്വാണ്ടം നമ്പർ. ഓരോ സബ്ഷെല്ലിനും ഓരോ വാല്യൂസ് ആണ് നമ്മൾ പഠിക്കാറുള്ളത് അല്ലെ. എസ് എന്ന് പറയുന്ന സബ്ഷെല്ലാണെങ്കിൽ എൽ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്, പി ആണെങ്കിൽ 1 ആണ്, ഡി ആണെങ്കിൽ 2 ആണ്, എഫ് ആണെങ്കിൽ 3 ആണ്. അപ്പൊ ഇവിടെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തത് ഏത് സബ്ഷെല്ലിലാണ്? ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്തത് ഡി സബ്ഷെല്ലിലാണ്. ശരിയല്ലേ? ഡി സബ്ഷെല്ലിന്റെ എൽ വാല്യൂ 1 ആണോ? അല്ല. ഡി സബ്ഷെല്ലിന്റെ എൽ വാല്യൂ അഥവാ അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വില എന്ന് പറയുന്നത് 1 അല്ല, പകരം 2 ആണ്. സോ ഇതും പൊട്ടത്തെറ്റാണ്. സബ്ഷെൽ കണ്ടെയ്നിങ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഹാസ് 5 ഓർബിറ്റൽസ്. നോക്കിക്കേ എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ബാഹ്യതമ ഇലക്ട്രോൺ ഉൾപ്പെടുന്ന സബ്ഷെല്ലിൽ 5 ഓർബിറ്റലുകൾ ഉണ്ട്. ഇത് ശരിയാണോ? ഡി എന്ന് പറയുന്ന സബ്ഷെൽ എടുത്താൽ അവിടെ എത്ര ഓർബിറ്റൽ ഉണ്ട്? ഓർബിറ്റലുകളുടെ എണ്ണത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരുന്നത് ആരാണ്? എം അഥവാ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആണ്. ശരിയല്ലേ? എമ്മിന്റെ വില കണ്ടെത്തണമെങ്കിൽ 2 × L + 1 ചെയ്താൽ മതി. ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ അസിമുതൽ ക്വാണ്ടം നമ്പർ ആണ്. ഡി സബ്ഷെല്ലില് അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, 2 ആണ്. സോ 2 × 2 + 1 അതായത് 5 എന്ന് കിട്ടും അല്ലെ. അപ്പൊ ഡി എന്ന് പറയുന്ന സബ്ഷെല്ലിലുള്ളത് 5 ഓർബിറ്റൽ ആണ്. സോ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലെ. ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ശരിയാണ്. അപ്പൊ നമുക്കിനി കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കാം. ഏത് ഓപ്ഷനാ വരിക? സ്റ്റേറ്റ്മെന്റ് 2ഉം 4ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ഉണ്ടോ മക്കളെ? നോക്കിക്കേ, സ്റ്റേറ്റ്മെന്റ് 1 and 3 are not correct, but 2 and 4 are correct. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ അല്ലെ. 1ഉം 3ഉം പൊട്ടത്തെറ്റാണ് അല്ലെ. 1ഉം 3ഉം തെറ്റാണ്, എന്നാൽ 2ഉം 4ഉം ശരിയാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. കിട്ടിയില്ലേ എല്ലാവർക്കും? സെറ്റ് അല്ലേ? യെസ്. അപ്പൊ ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവും അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് സമയം എടുത്ത് വായിച്ചു നോക്കാം. നമുക്കൊരു ധൃതിയില്ല. നമുക്ക് 40 മാർക്കിന്റെ പരീക്ഷ എഴുതാൻ 1.5 മണിക്കൂർ സമയമുണ്ട്. സോ സമയം എടുത്ത് എൻ്റെ മക്കൾ അത് വായിക്കാം കേട്ടോ. ചാടിപ്പിടിച്ച് ഉത്തരം എഴുതണ്ട. 1 മാർക്കാണ് പോകുന്നത്. ആ 1 മാർക്കായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ A+ നഷ്ടപ്പെടുത്തുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ദ ആറ്റംസ് ഓഫ് എലമെന്റ് എ ആൻഡ് ബി each have 3 shells. എ ബി എന്ന് 2 മൂലകങ്ങൾ ഉണ്ട്. 2 പേർക്കും 3 ഷെല്ലുകൾ വീതമാണുള്ളത്. സിമ്പിൾസ് നോട്ട് റിയൽ കേട്ടോ. ഇനി എ 13ാമത്തെ ഗ്രൂപ്പാണ്, ബി ഗ്രൂപ്പ് 16 ആണ്. ഓക്കെ, റൈറ്റ് ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എ. എ എന്ന് പറഞ്ഞാൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് എഴുതി വെക്കാം. എ എന്ന് പറയുന്ന ആള് ഗ്രൂപ്പ് 13 ആണ് അല്ലെ. ഗ്രൂപ്പ് 13 ആണ്. പിന്നെ അവിടെ എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ലുണ്ട് മക്കളെ. 3 ഷെൽ നമ്പർ കിട്ടിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരാളുണ്ട്, പീരിയഡ് നമ്പർ. ഒരു ആറ്റത്തിന്റെ കയ്യിൽ എത്ര ഷെല്ലുണ്ടോ അത് തന്നെയാണ് പീരിയഡ് നമ്പർ. ഇവിടെ എയുടെ കയ്യിലും ബിയുടെ കയ്യിലും 3 ഷെല്ലുണ്ട് എന്ന് പറഞ്ഞാൽ എയും ബിയും 3rd പീരീഡിലെ മെമ്പേഴ്സ് ആണ്, 3ാമത്തെ പീരീഡിലെ അംഗങ്ങളാണ് എന്നർത്ഥം. ഗ്രൂപ്പും പീരീഡും കിട്ടിയാൽ ഈസി ആയിട്ട് നമുക്ക് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് നോക്കാം. ഗ്രൂപ്പ് 13 എന്ന് പറഞ്ഞാൽ അത് ഏത് ബ്ലോക്കിൽ വരുന്ന ആളാണ് മക്കളെ? ഗ്രൂപ്പ് 13 എന്ന് പറഞ്ഞാൽ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് ആണെങ്കിൽ അതൊരു പി ബ്ലോക്ക് എലമെന്റ് ആണ്, ഒരു പി ബ്ലോക്ക് മൂലകമാണ് അല്ലെ. അപ്പൊ പി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് നമ്മൾ എങ്ങനെയാ കണ്ടെത്തുക? പി ബ്ലോക്ക് എലമെന്റിന്റെ ഗ്രൂപ്പ് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനോട് 12 കൂട്ടുക. അതല്ല എങ്കിൽ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിനോട് 10 കൂട്ടിയാൽ മതി. അപ്പൊ ഇവിടെ നിങ്ങൾ വിചാരിക്കുക 13 എന്ന് കിട്ടിയത് അവസാനത്തെ പി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് 12 കൂട്ടിയിട്ടാണ് എന്ന് വിചാരിക്കുക. അപ്പൊ അവസാനത്തെ പി സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ടാവും? 13 - 12 1 എന്ന് കിട്ടും. ഇനി ഇവിടെ 3 ഷെല്ലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ 3 ഷെല്ല് എന്ന് പറയുമ്പോൾ കെ ഷെല്ലുണ്ട്. 1ാമത്തെ ഷെല്ല് അതിൽ 1s ഉണ്ട്. 2ാമത്തെ ഷെല്ല് 2s ഉം 2p ഉണ്ട്. 3ാമത്തെ ഷെല്ല് 3s ഉണ്ട്, 3p ഉണ്ട്, 3d ഉണ്ട്. ഇയാള് പി ബ്ലോക്ക് ആണ്. അപ്പൊ എന്തായാലും ഡി സബ്ഷെല്ലിൽ ഇലക്ട്രോൺ ഇല്ല അല്ലെ.
പി ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ അവസാനത്തെ ഇലക്ട്രോൺ കയറിയത് പി സബ്ഷെല്ലിലായിരിക്കും. അതായത് ഇവിടെ 3p-യിലായിരിക്കും. അപ്പൊ 3p-യിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയില്ലേ? എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ആണ്. 3p-യിലുള്ളത് 1 ഇലക്ട്രോൺ ആണ്. സെറ്റ്. അപ്പൊ ഇനി നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താം. ഇനി ആദ്യം തൊട്ട് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. 1s2 2s2 2p6 3s2 3p1 ആണ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സെറ്റ് ആണോ? എന്നാൽ ഞാൻ ഇനി നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ഒരാള് ഗ്രൂപ്പ് 13 ഗ്രൂപ്പ് 13 മുതൽ 18 വരെയാണെങ്കിൽ വി ഓൾ നോ ദാറ്റ് അത് പി ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത്, ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നതാണ് അല്ലെ. അപ്പോൾ ലാസ്റ്റ് ഇലക്ട്രോൺ എൻ്റർ ചെയ്യുന്നത് ഈ പി ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ കേസിലും പി സബ്ഷെല്ലിലായിരിക്കും. അപ്പം നിങ്ങൾ ഓർത്ത് വെക്കുക, ഒരാറ്റം ഗ്രൂപ്പ് 13 ആണ് എങ്കിൽ അവൻ്റെ അവസാനത്തെ പി സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആയിരിക്കും. ഓക്കെ. ഇനി ഗ്രൂപ്പ് 14 ആണെങ്കിൽ അവസാനത്തെ പി സബ്ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആയിരിക്കും. ഗ്രൂപ്പ് 15 ആണെങ്കിൽ അവസാനത്തെ പി സബ്ഷെല്ലിൽ 3 ഇലക്ട്രോൺ ആയിരിക്കും. ഗ്രൂപ്പ് 16 ആണെങ്കിൽ അവസാനത്തെ പി സബ്ഷെല്ലിൽ 4 ഇലക്ട്രോൺ ആയിരിക്കും. 17 ആണെങ്കിൽ അപ്പൊ മക്കളെ അവസാനത്തെ പി സബ്ഷെല്ലിൽ 5 ഇലക്ട്രോൺ ആയിരിക്കും. അതേപോലെ ഗ്രൂപ്പ് 18 ആണെങ്കിൽ അവസാനത്തെ പി സബ്ഷെല്ലിൽ 6 ഇലക്ട്രോൺ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇവിടെ ഗ്രൂപ്പ് 13 എന്ന് പറഞ്ഞാൽ അവസാനത്തെ പി സബ്ഷെല്ലിൽ 1 ഇലക്ട്രോൺ. കണ്ടോ? 3p-യിൽ 1 ഇലക്ട്രോൺ. സിമ്പിൾ ആയിട്ട് നമ്മൾ കിട്ടിയില്ലേ? അതൊന്ന് ഓർത്ത് വെക്കാം കേട്ടോ. അപ്പൊ ഏത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി. ഇവര് രണ്ടുപേരും ഏത് ബ്ലോക്കിലാ? ഏത് പറയുന്ന ആള് ഗ്രൂപ്പ് 13 ആണ്, ഗ്രൂപ്പ് 16 ആണ് പി. അപ്പൊ രണ്ടുപേരും പി ബ്ലോക്ക് എലമെന്റ് ആണ്. 13 മുതൽ 18 വരെയുള്ള ആൾക്കാർ എല്ലാവരും തന്നെ പി ബ്ലോക്കിലാണ്. അപ്പൊ A13 B16 രണ്ടുപേരും പി ബ്ലോക്ക് ആണ്. വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ ഇൻ ഇറ്റ്സ് ക്ലോറൈഡ് കോമ്പൗണ്ട്? മക്കളെ, അതായത് എയുടെ ക്ലോറൈഡ് സംയുക്തത്തിൽ എയുടെ ഓക്സീകരണാവസ്ഥ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കൊന്ന് എടുത്തു നോക്കാം. എ എന്ന് പറയുന്ന ആള് അല്ലേ, എ എന്ന് പറയുന്ന ആളുടെ അറ്റോമിക് നമ്പർ എത്രയാ? എയുടെ അറ്റോമിക് നമ്പർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എല്ലാ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂടി ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. അപ്പൊ 2 4 10 12 13 ഇതാണ് എയുടെ അറ്റോമിക് നമ്പർ. കാരണം എന്താ മക്കളെ, ഒരു ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെ എണ്ണം തുല്യമാണ്. അപ്പൊ ടോട്ടൽ ഇലക്ട്രോൺസ് കിട്ടിയാൽ ടോട്ടൽ എത്ര പ്രോട്ടോൺ ഉണ്ട് എന്ന് കിട്ടും. ടോട്ടൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ അത് തന്നെ ആയിരിക്കും അറ്റോമിക് നമ്പർ. അപ്പൊ ബേസിക്കലി ഇലക്ട്രോണുകളുടെ എണ്ണം കിട്ടിയാൽ നമുക്ക് അറ്റോമിക് നമ്പർ കണ്ടെത്താം. ഇവിടെ ടോട്ടൽ 13 ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ 13 ആണ് അറ്റോമിക് നമ്പർ. അപ്പൊ നമ്മൾ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ 9ാം ക്ലാസ്സിൽ പഠിച്ചതുപോലെ 2 8 3 എന്ന് കിട്ടും. അപ്പൊ എ എടുത്തു കഴിഞ്ഞാൽ എയുടെ വാലൻസ് ഷെല്ലിൽ ഉള്ളത് 3 ഇലക്ട്രോൺ ആണ്. ശരിയല്ലേ? അപ്പൊ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ എ എന്താ ചെയ്യുക? ഒക്ടറ്റ് പൂർത്തിയാക്കാൻ, അഷ്ടകം പൂർത്തിയാക്കാൻ വേണ്ടി നമ്മുടെ എ എന്താ മക്കളെ ചെയ്യുക? 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ പോസിറ്റീവ് ചാർജ് ആണ്. എ ഇവിടെ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് എക്കൊരു 3 പോസിറ്റീവ് ചാർജ് വരും. അപ്പോ എത്രയാണോ ചാർജ് അതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഒക്ടറ്റ് പൂർത്തിയാക്കാൻ എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും അല്ലെങ്കിൽ എത്ര ഇലക്ട്രോണിനെ മേടിക്കും അതാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വാലൻസി കേട്ടോ. അപ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജും ഇലക്ട്രോണിനെ വാങ്ങുമ്പോൾ നെഗറ്റീവ് ചാർജും വരും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഈ ചാർജിനെ നമുക്ക് ഓക്സിഡേഷൻ നമ്പർ എന്ന് വിളിക്കാം. ഇവിടെ എ 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തത് കൊണ്ട് എയുടെ വാലൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും മക്കളെ? ഇവിടെ എയുടെ വാലൻസി എന്ന് പറയുന്നത് 3 ആയിരിക്കും. 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തപ്പോഴേക്ക് 3 പോസിറ്റീവ് ചാർജ് വന്നു. സോ എയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഥവാ ഓക്സീകരണാവസ്ഥ എന്ന് പറയുന്നത് +3 ആയിരിക്കും കേട്ടോ. എത്രയാണ്? +3 ആയിരിക്കും. റെഡി? അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം എന്താ? വീണ്ടും ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ആണ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് ഇലക്ട്രോൺ ഫിൽ ഇൻ ദ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെൽ ബിഫോർ ഫില്ലിംഗ് ദ പെനൾട്ടിമേറ്റ് ഡി സബ്ഷെൽ. നോക്കിക്കേ, ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ ഇലക്ട്രോണുകൾ ഏറ്റവും പുറമെയുള്ള എസ് എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ് ആദ്യം നിറയുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ശരിയാണോ?
ഡിയിൽ നിറയുന്നതിന് മുമ്പേ എസിൽ നിറയുന്നു എന്ന് പറയുന്നു. ശരിയല്ലേ? എസും ഡിയും 3Dയും 4Sഉം എടുക്കാം. 3Dക്ക് എനർജി കൂടുതലാ, 4Sന് എനർജി കുറവാ. അപ്പൊ ആദ്യം ഇലക്ട്രോൺ എങ്ങോട്ടാ പോവാ? ആദ്യം ഇലക്ട്രോൺ എസിലേക്ക് പോകും, എന്നിട്ടാണ് ഡിയിലേക്ക് പോകുന്നത്. സോ അസേർഷൻ എന്ന് പറയുന്നത് ഇവിടെ പ്രസ്താവന എ ഇവിടെ ശരിയാണ്. ഔട്ടർ 4S സബ്ഷെൽ ഹാസ് ഹയർ എൻ വാല്യൂ ദാൻ പെനൾട്ടിമേറ്റ് 3D സബ്ഷെൽ. നോക്കിക്കേ, പുറമെയുള്ള 4S സബ്ഷെല്ലിന് തൊട്ടുള്ളിലുള്ള 3D സബ്ഷെല്ലിനേക്കാൾ കൂടിയ എൻ മൂല്യമാണുള്ളത്. എന്നു പറഞ്ഞാൽ ആരാ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അല്ലെ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ് ഷെൽ വാല്യൂ നമുക്ക് പറഞ്ഞു തരുന്നത്. ഏത് ഷെല്ലിലാണ്? ഇപ്പൊ 4S എടുത്തു കഴിഞ്ഞാൽ എന്നിന്റെ വാല്യൂ 4 ആണ്, 4ാമത്തെ ഷെല്ലിലെ സബ്ഷെൽ. അപ്പോൾ എന്നിന്റെ വില 4. ഇനി 3D എന്ന് പറയുമ്പോൾ എന്നിന്റെ വില 3 ആണ്. അപ്പൊ ഇത് ശരിയാണ് അല്ലെ? 4S എന്ന് പറയുന്ന ആളുടെ എന്നിന്റെ വില 3Dയെക്കാട്ടിലും കൂടുതലാണ്. ശരിയാണ്. പക്ഷെ അതാണോ ശരിയായിട്ടുള്ള റീസൺ? ആദ്യം 4Sൽ ഇലക്ട്രോൺ കയറാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇതാണോ? എന്നിന്റെ വില കൂടുതലായതുകൊണ്ടാണോ? അല്ല. ആദ്യം 4Sൽ ഇലക്ട്രോൺ കയറാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? റീസൺ എന്ന് പറയുന്നത് 4Sന് 3Dയെക്കാട്ടിലും എനർജി കുറവായതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ അസേർഷനും റീസണും ശരിയാണ്. പ്രസ്താവന എയും ആറും കറക്റ്റ് ആണ്. പക്ഷെ A is not the correct explanation അല്ലെ? അതായത് R is not the correct explanation. ഇവിടെ വിശദീകരണം ശരിയായ വിശദീകരണമാണോ പ്രസ്താവന എയുടേത്? അല്ല. പ്രസ്താവന എയ്ക്കുള്ള ശരിയായ വിശദീകരണം അല്ലെങ്കിൽ അസേർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ റീസൺ എന്ന് പറയുന്നത് the energy of 4S is less than that of 3D. 4Sന്റെ ഊർജം 3Dയേക്കാൾ കുറവായതുകൊണ്ടാണ് ഇലക്ട്രോൺ ആദ്യം 4Sൽ കയറുന്നത് എന്നാണ് വരേണ്ടത്. അപ്പൊ ഇവിടെ എയും ആറും കറക്റ്റ് ആണ്. R is not the correct explanation എന്ന് വരും അല്ലെ? അപ്പൊ എയും ആറ് ശരിയാണ്. എയുടെ ശരിയായ വിശദീകരണമല്ല R എന്ന് വരും. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായ ഉത്തരം. ക്ലിയർ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഓർബിറ്റൽസ് ആൻഡ് സബ്ഷെൽസ് ആർ അസോസിയേറ്റഡ് വിത്ത് സർട്ടൻ ക്വാണ്ടം നമ്പേഴ്സ് അല്ലെ? നമുക്കറിയാം ഓർബിറ്റലുകൾ, ഈ സബ്ഷെല്ലുകളൊക്കെ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നത് ക്വാണ്ടം നമ്പേഴ്സ് ആണ്. ഫൈൻഡ് ദി n+l വാല്യൂസ് ഓഫ് 3p ആൻഡ് 4s. 3p 4s ഇവ രണ്ടുപേരുടെ n+l മൂല്യം കണ്ടെത്തണം. മക്കളെ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ n+l വില കണ്ടെത്തുന്നത്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? n+l വാല്യൂ, n+l മൂല്യം നമ്മൾ കണ്ടെത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സബ്ഷെല്ലുകളുടെ എനർജികളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? അപ്പം നമുക്കറിയാം ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജിയിലാണ്. ഇലക്ട്രോണുകളുടെ ഊർജം കൂടിക്കൂടി വരുന്നതനുസരിച്ചിട്ടാണ് സബ്ഷെല്ലുകളുടെ ഊർജം കൂടിക്കൂടി വരുന്നതനുസരിച്ചിട്ടാണ് ഇലക്ട്രോണുകൾ കയറാറുള്ളത് അല്ലെ? ആദ്യം എനർജി കുറവുള്ളത് എവിടെയാണോ അവിടെ ആദ്യം ഇലക്ട്രോൺ കയറും, പിന്നീട് എനർജി കൂടിയ സ്ഥലത്ത് കയറും. അപ്പൊ ആദ്യം ആർക്കാണ് എനർജി കുറവ്, എവിടെയാ കയറണ്ടേ എന്ന് പറഞ്ഞു തരുന്നതാണ് ഈ n+l വാല്യൂ. ഇതിൽ n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണ്, l എന്ന് പറഞ്ഞാൽ അസിമുതൽ ക്വാണ്ടം നമ്പർ ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ 2 പേര് തന്നിട്ടുണ്ട്. ആരൊക്കെയാ തന്നിട്ടുള്ളത്? 3p ഉണ്ട്, 4s ഉണ്ട്. ഓക്കെ, 3p ഉണ്ട്. അതേപോലെ നമുക്ക് കളർ ഒന്ന് മാറ്റിക്കളയാം അല്ലെ? 4s ഉണ്ട് കേട്ടോ. 3pയും 4sഉം തന്നിട്ടുണ്ട്. ആദ്യം ആരുടെ ചെയ്യണം? 3p ചെയ്താലോ? അപ്പൊ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് എന്നും എസും വിലകൾ കണ്ടെത്തുക. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെയും അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെയും വാല്യൂസ് കണ്ടെത്തുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ജോബ്. സോ എന്നും എല്ലും എങ്ങനെയാ കണ്ടെത്തുക? വേഗം പറഞ്ഞു. 3p എന്ന് പറഞ്ഞാൽ 3ാമത്തെ ഷെല്ലിലെ p സബ്ഷെല്ലാണ്. അപ്പൊ ഏതാണോ ഷെല്ല് അതാണ് n വാല്യൂ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ പറഞ്ഞു തരുന്നത്. 3ാമത്തെ ഷെല്ലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ എന്നിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ 3. ഇനി അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ അത് മിസ് നേരത്തെ കാണിച്ചു തന്നിരുന്നു, മറന്നു കളയരുത് കേട്ടോ. അത് നിങ്ങൾ മറക്കാൻ പാടില്ല. സോ എസ് എന്ന് പറഞ്ഞാൽ 0, പിക്ക് 1, ഡിക്ക് 2, എഫിന് 3. ഇതാണ് അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂസ് വരുന്നത്, മറന്നു പോകരുത്. അപ്പൊ ഇവിടെ 3p സബ്ഷെല്ലാണ്. p സബ്ഷെല്ലാണെങ്കിൽ അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി 4sന്റെ n ആൻഡ് l വിലകൾ ഒന്ന് വേഗം പറഞ്ഞേ. 4ാമത്തെ ഷെല്ലിലെ s എന്ന് പറയുന്ന സബ്ഷെല്ലാണ്. സോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ അഥവാ n വില എന്ന് പറയുന്നത് 4 ആണ്. അസിമുതൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ എത്രയാ വരിക? s എന്ന് പറയുന്ന സബ്ഷെല്ലല്ലേ, എത്രയാ വരിക?
0 ആയിരിക്കും. ഇനി അടുത്തത്, വിച്ച് ഓഫ് ദം ഹാസ് മോർ എനർജി, ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇവയിൽ ഏതിനാണ് കൂടുതൽ ഊർജം? നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് n+l വിലയാണല്ലോ, നമ്മൾ n ഉം l മാത്രമേ കണ്ടെത്തിയുള്ളൂ അല്ലെ. സോറി മക്കളെ, നമുക്ക് n+l വില കണ്ടെത്താം. അപ്പൊ ഇവിടെ 3 + 1 4 എന്ന് കിട്ടും. ഇനി അടുത്തത് 4s എടുത്താലും n+l എടുത്താൽ 4 + 0 4 എന്ന് കിട്ടും. ഇവിടെ നോക്കിക്കേ, രണ്ട് സബ്ഷെല്ലുകൾക്കും ഒരേ n+l വാല്യൂ വന്നു. മക്കളെ, ഇത്തരത്തിൽ രണ്ട് സബ്ഷെല്ലുകൾക്ക് ഒരേപോലെ n+l വില വന്നാൽ നമ്മൾ നോക്കേണ്ടത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിലേക്കാണ്. ഏത് സബ്ഷെല്ലിനാണോ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വില ചെറുതായിട്ടുള്ളത്, ദ വാല്യൂ ഓഫ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ നോക്കുക. ഓക്കെ, എവിടെയാണോ എന്നിന്റെ വാല്യൂ ചെറുത് അയാൾക്ക് എനർജി കുറവ്, എവിടെയാണോ എന്നിന്റെ വാല്യൂ വലുത് അയാൾക്ക് എനർജി കൂടുതൽ. ഇവിടെ 3p എടുത്താൽ എന്നിന്റെ വാല്യൂ 3, 4s എടുത്താൽ എന്നിന്റെ വാല്യൂ 4. അപ്പൊ എവിടെയാണ് എന്നിന്റെ വാല്യൂ കുറവുള്ളത്? 3pക്കാണ്. ശരിയല്ലേ? എന്നിന്റെ വാല്യൂ എവിടെയാണോ കുറവ് അവിടെ എനർജി കുറവ്. അപ്പൊ 3pയുടെ എനർജി 4sന്റെ എനർജിയെ കാട്ടിലും കുറവായിരിക്കും. അല്ലെങ്കിൽ 4s ഹാസ് ഗ്രേറ്റർ എനർജി ദാൻ 3p എന്ന് പറയാം അല്ലെ. 4sനാണ് 3pയെക്കാട്ടിലും ഊർജം കൂടുതൽ, അല്ലെങ്കിൽ 3pക്കാണ് 4sനെക്കാട്ടിലും എനർജി കുറവ്. എങ്ങനെ പറഞ്ഞാലും കറക്റ്റ് ആണ്. ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാ ജസ്റ്റിഫൈ ചെയ്യുന്നത്? രണ്ടുപേർക്കും n+l വില ഒരുപോലെയാണ്. ആയതിനാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വില കുറഞ്ഞത് ആരാണ്, മൂല്യം കുറവുള്ളത് ഏത് സബ്ഷെല്ലിനാണോ അയാൾക്കാണ് ഊർജം കുറവ്. ഇവിടെ 3pയുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ 3, 4sന്റെ ഇത് 4, അതുകൊണ്ട് 3pയുടെ എനർജി 4sനെക്കാട്ടിലും കുറവായിരിക്കും. ക്ലിയർ ആയോ? നമ്മൾ ഇതൊക്കെ ഒന്നും നിസാരമാണ്, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ വെറുതെ ആണ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ഇതൊക്കെ വെറുതെ എനർജി കണ്ടെത്താൻ മാത്രമാണ് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. ഓക്കെ, അങ്ങനെയല്ല. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ മക്കളെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് ഒരു ചോദ്യമുണ്ട്. അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് സിമ്പിളായിട്ട് എഴുതാം. അറ്റോമിക് നമ്പർ 22 അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 1s2, 2s2 2p6, 3s2 3p6. 18 ഇലക്ട്രോൺസ് കഴിഞ്ഞു. 3Dയും 4sഉം ഉണ്ട്. 4sൽ 2 ഇലക്ട്രോൺസ് കയറുന്നു, 20 മിച്ചമുള്ള 2 3Dയിലേക്ക് കയറുന്നു. വിച്ച് ഗ്രൂപ്പ് ഡസ് ദിസ് എലമെന്റ് ബിലോങ് ടു? ഈ മൂലകം ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു? അപ്പൊ ഗ്രൂപ്പ് കണ്ടെത്തണമെങ്കിൽ ആദ്യം നിങ്ങൾ ബ്ലോക്ക് തിരിച്ചറിയണം. ഇവിടെ അവസാനത്തെ ഇലക്ട്രോൺ കയറിയത് D സബ്ഷെല്ലിലാണ്. സോ ഇവൻ D ബ്ലോക്ക് ആണ്. അപ്പൊ D ബ്ലോക്കിന്റെ ഗ്രൂപ്പ് എത്രയാണ്, ഇവന്റെ ഗ്രൂപ്പ് എത്രയാണ് എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കണ്ടെത്തിയിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ മക്കളെ, ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന്റെ ലെവൽ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ വിചാരിച്ചതുപോലെ അത്ര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല ക്രിസ്മസ് പരീക്ഷയ്ക്ക് കാത്തിരിക്കുന്നത്. അതേപോലെ ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാക്സിമം 8 മാർക്കിന് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ചിരിക്കും. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്തിട്ട് പോകാൻ ആരും വിചാരിക്കേണ്ട. A+ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരും വിചാരിക്കേണ്ട കേട്ടോ. ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് ചെയ്യുക. അതേപോലെ ഇനി നിങ്ങൾക്ക് ഇതേപോലെ ക്വസ്റ്റ്യൻസ് വേണോ, ഏത് ചാപ്റ്ററിന്റെ വേണം എന്നുകൂടെ കമന്റ് ചെയ്യുക. അപ്പോൾ ആ ചാപ്റ്ററിന്റെ ഇതേപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മിസ് വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇപ്പം നിങ്ങൾ ഭയങ്കര ഓവർവെൽംഡ് ആയിരിക്കും അല്ലെ. വീട്ടിൽ നിന്ന് പ്രഷർ, സ്കൂളിൽ നിന്ന് പ്രഷർ, എവിടെ പോയാലും നിങ്ങൾക്ക് പരീക്ഷ എടുത്തറി ഇത്തവണ എങ്ങാനും മാർക്ക് കുറഞ്ഞാലുണ്ടല്ലോ ഇതിനെ ശരിയാക്കുക എന്നായിരിക്കും നിങ്ങളോട് പറയുന്നുണ്ടാവുക. അത് എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങളൊരു പരീക്ഷ വരുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ 100% കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. മാർക്കിനെ പറ്റിയിട്ടോ A+ കിട്ടുന്നതിനെ പറ്റിയിട്ടോ അല്ല എൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ മുൻപിലുള്ള സമയത്ത് കൃത്യമായിട്ട് യൂസ് ചെയ്ത്, കൃത്യമായിട്ട് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് പഠിച്ച് ഏറ്റവും ബെസ്റ്റ് നിങ്ങളുടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനെ പറ്റിയിട്ടാണ് ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അയ്യോ എനിക്ക് മാർക്ക് കിട്ടിയില്ലേ എന്ന് ഓർത്തൊന്നും ആരും വിഷമിക്കേണ്ട. ഓക്കെ, നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി മാർക്കൊക്കെ പുറകെ വന്നോളും. അപ്പോൾ മിസ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. കെമിസ്ട്രിയുടെ കാര്യത്തിൽ മിസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? അപ്പോൾ ആ ഒരു വിശ്വാസം എന്തായാലും ഞാൻ കീപ്പ് ചെയ്തിരിക്കും. എൻ്റെ ഭാഗത്ത് നിന്ന് 100% എഫേർട്ട് ഇടാൻ ഞാൻ തയ്യാറാണ്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് 100% എഫേർട്ട് ഇടാൻ നിങ്ങളും തയ്യാറാകുക. അതിൻ്റെ ഒരു തുടക്കമായിട്ട് നമുക്കൊരു ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും ചോദ്യത്തിൻ്റെ ഉത്തരം താഴെ കമൻറ്റ് ചെയ്യുക. ഏത് ടോപ്പിക്കാണല്ലോ, ഏത് ചാപ്റ്ററാണ് നെക്സ്റ്റ് വേണ്ടത് എന്നും കൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ദിസ് ഇസ് മീ, നിങ്ങളുടെ സ്വന്തം മിഥില മിസ് കൂടെ തന്നെയുണ്ട്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.